ഹായ് ഓൾ, നിഹ പ്രോ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഫാബ്രിക്കിനെ രണ്ടാക്കി ഫോൾഡാക്കിയതിന് ശേഷം മുകളിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. ക്ലോത്ത് ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വയസ്സായ ബേബിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ വന്നിട്ട് 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് നമ്മളൊരു ബോക്സ് ഷേപ്പാക്കിയിട്ട് അതിലൊരു റൗണ്ട് നെക്കും കൂടെ കൊടുത്തിട്ടോ. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഷോൾഡർ എത്രയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആം ഹോളും കൊടുക്കുക. അപ്പോൾ ആം ഹോൾ താഴേക്ക് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം. പിന്നെ അത് ആ ടോപ്പിൻ്റെ ലെങ്ത്താണ് വരുന്നത്. ലെങ്ത്ത് 7 ഇഞ്ചിലാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന് സീം അലവൻസും കൂടി ചേർത്ത് കൊടുക്കണം. സീം അലവൻസും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആം ഹോൾ കർവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് വന്നിട്ട് 22 ഇഞ്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ സീം അലവൻസോട് കൂടിയിട്ടാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വേസ്റ്റിൻ്റെ അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ട് പീസിനെ മാത്രമാണ്. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബാക്ക് പീസിനെയും ചെയ്തെടുക്കണം. ബാക്ക് പീസിൽ നമുക്ക് ജിബ് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ബാക്ക് പീസിനെ ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ ഫ്രണ്ട് പീസിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ക്ലോത്തിനെ രണ്ടാക്കി ഫോൾഡാക്കിയതിന് ശേഷം മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫോൾഡഡ് സൈഡിൽ നമുക്കൊരു 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ജിബിനുള്ള പോർഷനാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി താഴേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് ആ 3/4 ഇഞ്ചിനെ നമുക്കൊന്ന് വരച്ചിട്ടെടുക്കണം. ഇനി ബാക്ക് പോർഷൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനും കൂടെ വെച്ച് കൊടുക്കണം. 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതിന് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. പിന്നെ അത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു, പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു, ആം ഹോള്, വേസ്റ്റ് ഷേപ്പ് ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് സെയിം എടുക്കണമെങ്കിൽ സെയിം എടുക്കുക, അല്ല അരയിഞ്ച് കുറച്ചിട്ട് എടുക്കണമെങ്കിൽ ആ രീതിക്കും എടുക്കട്ടോ. ഞാനിപ്പോൾ അരയിഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വരക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വരച്ചു. പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതാ നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തും കൂടെ എടുക്കണം. ഇനി സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 17 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് പോകും കേട്ടോ. മുകളിൽ 1/2 ഇഞ്ച് പോകും. പിന്നെ അതേപോലെ തന്നെ അടിയിൽ മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് കൂടി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സീം അലവൻസ് കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അധികം ഫ്ലെയർ നമ്മൾ ഈ ഒരു സ്കേർട്ടിന് കൊടുക്കുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ പഫ് സ്ലീവ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കിട്ടുന്ന അത്രയും ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന അത്ര ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 8.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അതിന് താഴോട്ടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ ആക്കി കൊടുത്തു. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു മാർക്കിംഗ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അടുത്തതായിട്ട് ഇതാ വള്ളിക്കുള്ള പീസും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ആയിട്ടുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്ക് പോർഷന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ്ടേ, ലൈനിങ് ആക്കിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസാണ്. പിന്നെ അതാ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൽ പീസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ബാക്ക് പോർഷനിലേക്ക് ആ ഒരു നല്ല പീസ് തന്നെ എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് ഇതാ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പീസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിനി ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇതാ ഈ ഒരു രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ ഇതാ അതൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളിത് ബാക്ക് പോർഷൻ്റെ കംപ്ലീറ്റ് പണി ഇവിടെ തീർത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ബാക്ക് പോർഷൻ്റെ എല്ലാ പണികളും തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. മറ്റേത് നമ്മൾ ഫോട്ട് മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടയിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാക്ക് പോർഷന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം തൊട്ട് നമ്മൾ ആം ഹോള് പിന്നെ ഷോൾഡർ ഒഴികെ ബാക്കി എല്ലാ പോർഷനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. പിന്നെ അടിയത്തെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് അവിടെ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട.
അപ്പോൾ അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഈ 2 പോർഷനിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ടതിന് ശേഷം സിബും കൂടി വെച്ചിട്ടെടുക്കാം. അടുത്തതായിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കണം. അപ്പോൾ ഇതിനും ഷേപ്പ് ആം ഹോള്, നെക്ക്, പിന്നെ ഈ ഭാഗത്തെ ആം ഹോള് ഷേപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഫ്രണ്ട് പോർഷന് മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡർ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമുക്കിത് ചെറുതാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം കേട്ടോ. 2 സ്ലീവിൻ്റെയും എൻഡ് ഭാഗം നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഈ ഒരു എലാസ്റ്റിക് കൂടി വെച്ചിട്ടെടുക്കാം. അങ്ങനെ ടോപ്പ് പോർഷൻ്റെ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനായിട്ട് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സൈഡിൽ നിന്നും ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിലേക്കുള്ള ആ ഒരു സൈഡിലും 2 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ഈ 2 ഇഞ്ചിൻ്റെ ഈ ഒരു പോയിൻ്റ്, ആ ഒരു പോയിന്റിലെത്തിയിട്ട് നമ്മൾ നിർത്തുക. എന്നിട്ട് അവിടെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നെക്സ്റ്റ് വീണ്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ 2 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ അത് മാത്രം നമുക്ക് കറക്റ്റായിട്ട് തന്നെ പഫിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പഫ് സ്ലീവ് ചെയ്യുന്ന സമയത്ത് ഈ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഫ്രില്ലിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ക്ലോത്തിന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഷേപ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ചിൽ നമ്മളിപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരു ഭാഗം മാത്രം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേസ്റ്റ് ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കാനില്ല, നേരെ താഴോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ബാക്കിയുള്ള ആ ഒരു പീസിനെ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനി നമ്മളുടെ ആ ഒരു ഫ്രില്ല് നമുക്ക് സ്കേർട്ട് പോർഷൻ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗത്ത് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കേർട്ട് പോർഷൻ വെച്ചിട്ട് ആദ്യം നല്ല ക്ലോത്ത് തന്നെ ഫ്രില്ലിട്ടിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ ഫ്രില്ലിട്ടെടുക്കാനായിട്ട്. എന്നാലും നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള വലിയ ഫ്രില്ലോ ചെറിയ ഫ്രില്ലോ എങ്ങനെ ഇഷ്ടം വെച്ചാൽ അതേ രീതിക്ക് നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ അത്യാവശ്യം ചെറിയ ചെറിയ ഫ്രിൽസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഫ്രില്ലിട്ടെടുക്കാം. പിന്നെ അത് ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ മുകളിൽ വെച്ചിട്ട് ഈ ലൈനിങ് കൂടെ ഒന്ന് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഫ്രില്ലിട്ട് നമ്മൾ ലൈനിങ്ങും നല്ല പീസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലും കൂടിയും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വള്ളിയും കൂടിയും വെച്ച് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഷേപ്പ് ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത് വേസ്റ്റിൻ്റെ കുറച്ച് താഴെ വരെ മാത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങും നല്ല പീസും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങും പിന്നെ നല്ല പീസൊക്കെ നമുക്ക് അടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഇവിടെ തീരും കേട്ടോ. അപ്പോൾ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഭംഗിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യോക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കോൺ ഷേപ്പിൽ വൈറ്റ് പേള് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് പേളൊക്കെ കൊടുത്തൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പും ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.